JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. NSS കോളേജ് ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്കുള്ള പരീക്ഷ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാമോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ തലസ്ഥാനം ഏത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഞാൻ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യം തൊട്ട് ഞാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ തന്നെ തുടങ്ങിയത്. കേരളത്തിന്റെ തലസ്ഥാനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാം അല്ലേ? തിരുവനന്തപുരം ആണ് അല്ലേ? കേരളത്തിന്റെ ഭരണകേന്ദ്രവും നിയമസഭയും സ്ഥിതി ചെയ്യുന്ന നഗരം തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ്? പെരിയാർ ആണല്ലേ? പെരിയാർ ഏകദേശം 244 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പെരിയാർ ഏകദേശം 244 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഏതാണ്? വേമ്പനാട് കായലാണ് അല്ലേ? വേമ്പനാട് കായല് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. ഇത് കേരളത്തിലെ പല ജില്ലകളിലായി വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഇടുക്കിയാണ് അല്ലേ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏതാണ്? പള്ളിവാസൽ ആണല്ലേ? 1940 ആരംഭിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഏതാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ? പെരിയാർ. 1982 പെരിയാർ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? പെരിയാർ. അടുത്ത ചോദ്യം, നീലഗിരി തഹറിനായി പ്രശസ്തമായ ദേശീയോദ്യാനം ഏത്? നീൽഗിരി തഹറിനായി പ്രശസ്തമായ ദേശീയോദ്യാനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഇരവികുളം ആണല്ലേ? ഇരവികുളം ദേശീയോദ്യാനം നീൽഗിരി തഹറിന്റെ പ്രധാന ആവാസ കേന്ദ്രമാണ്. ഓർത്തിരിക്കണം കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനം നീൽഗിരി തഹറിന്റെ പ്രധാന ആവാസ കേന്ദ്രമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ആണല്ലേ? പെരിയാർ വന്യജീവി സങ്കേതം 1934 ആരംഭിച്ചു. അപ്പോൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കൊല്ലം ജില്ലയിലെ നീണ്ടകര കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ വർഷം ഏത്? കേരളത്തില് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ വർഷം ഏത്? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? 1995 അല്ലേ? 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1995 കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? ആനമുടി ആണല്ലേ? ആനമുടി 2695 മീറ്റർ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. ആനമുടി ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. അടുത്ത ചോദ്യം,
കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏത് ജില്ലയിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കണ്ണൂർ ജില്ലയിലാണ് അല്ലേ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂള്. കണ്ണൂരിലെ കണ്ണൂർ സ്പോർട്സ് സ്കൂൾ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന സർവകലാശാല ഏത്? കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന സർവകലാശാല ഏത്? ഏതാണ് കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന സർവകലാശാല? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കേരള ഫിഷറീസ് സർവകലാശാലയാണ് അല്ലേ. മത്സ്യബന്ധന മേഖലയിലെ പഠനത്തിനായി പ്രത്യേകമായി സ്ഥാപിച്ച സർവകലാശാലയാണ് കേരള ഫിഷറീസ് സർവകലാശാല. അടുത്ത ചോദ്യം, കേരളത്തിലെ എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. എത്ര ജില്ലകളുണ്ട്? എന്നാലും തെറ്റിക്കുന്നവരുണ്ട്. എത്രയാണ്? 14 ജില്ലകളുണ്ട് അല്ലേ. കേരളത്തില് മൊത്തം 14 ജില്ലകൾ ഉണ്ട്. കേരളത്തിൽ എത്ര നദികളുണ്ട്? അതും എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. എത്ര നദികളുണ്ട്? എല്ലാവർക്കും അറിയാം. എത്രയാണ്? 44 നദികളുണ്ട് അല്ലേ. കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. അവയിൽ 41 നദികൾ അറബിക്കടലിലേക്കും 3 നദികള് കിഴക്കോട്ടും ഒഴുകുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വിസ്തൃതിയിൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വിസ്തൃതിയിൽ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇടുക്കി ജില്ലയാണ് അല്ലേ. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏകദേശം 4358 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വിസ്തൃതിയിൽ ഏതാണ്? ഇടുക്കി ജില്ലയാണ് അല്ലേ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല വിസ്തൃതിയിൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല വിസ്തൃതിയിൽ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് കറക്റ്റ് ഉത്തരം? ആലപ്പുഴയാണ് അല്ലേ. വിസ്തൃതിയിൽ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി താഴെ പറയുന്നവയിൽ ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി താഴെ പറയുന്നവയിൽ ഓപ്ഷൻ്റെ അകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഭാരതപ്പുഴയാണ് അല്ലേ. ഭാരതപ്പുഴ ഏകദേശം 209 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഇടുക്കിയാണ് അല്ലേ. ഇടുക്കി അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ്. ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? നീലഗിരിയാണ് അല്ലേ. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവുകളിൽ ഒന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? പാലക്കാടാണ് അല്ലേ. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? വയനാടാണ് അല്ലേ. വിസ്തൃതിയിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഫിഷിംഗ് ഹാർബർ ഏത്? കേരളത്തിലെ ആദ്യത്തെ ഫിഷിംഗ് ഹാർബർ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നീണ്ടകരയാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ ഫിഷിംഗ് ഹാർബർ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഏത്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കാസർഗോഡ് ആണല്ലേ. കാസർഗോഡ് ജില്ലയിൽ നിരവധി ചെറിയ നദികളുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വേമ്പനാട് കായലാണല്ലേ. വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന ബോട്ട് റേസ് നടക്കുന്ന കായൽ ഏത്? കേരളത്തിലെ പ്രധാന ബോട്ട് റേസ് നടക്കുന്ന കായലുണ്ട്. അത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വേമ്പനാട് കായലാണല്ലേ. നെഹ്റു ട്രോഫി ബോട്ട് റേസ് വേമ്പനാട് കായലില് നടക്കുന്നു. അടുത്ത ചോദ്യം,
കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വെള്ളനാടാണ് അല്ലെ. വെള്ളനാട് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. ഇടുക്കി ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഇടുക്കി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജലപാതം ഏത്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജലപാതം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മീൻമുട്ടി. മീൻമുട്ടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജലപാതം. മീൻമുട്ടി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും ഉയർന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഭാരതപ്പുഴയാണ് അല്ലേ. ഭാരതപ്പുഴ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ റബ്ബർ ഉൽപാദക ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ റബ്ബർ ഉൽപാദക ജില്ല ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏതാണ്? കോട്ടയം ആണല്ലേ. കോട്ടയം ജില്ല കേരളത്തിലെ പ്രധാന റബ്ബർ ഉൽപാദക കേന്ദ്രമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പള്ളിവാസലാണ് അല്ലെ. 1940 ആരംഭിച്ച പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഏതാണ്? ഇരവികുളമാണ് അല്ലെ. ഇരവികുളം ദേശീയോദ്യാനം വിസ്തൃതിയില് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന ഗ്രാമം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കുമ്പളങ്ങിയാണ് അല്ലെ. കുമ്പളങ്ങി ഇന്ത്യയിലെ ആദ്യ ടൂറിസം ഫിഷിംഗ് വില്ലേജ് ആയി പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? തിരുവനന്തപുരത്തെ ബയോളജിക്കൽ പാർക്ക്. തിരുവനന്തപുരം നഗരത്തില് സ്ഥിതി ചെയ്യുന്ന ബയോളജിക്കൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തേതാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? തിരുവനന്തപുരത്തെ ബയോളജിക്കൽ പാർക്ക്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, വേമ്പനാടാണല്ലേ. വേമ്പനാട് തടാകം കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം ഏത് നഗരത്തിലാണ്? കേരളത്തിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം ഏത് നഗരത്തിലാണ്? ഏത് നഗരത്തിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, തിരുവനന്തപുരത്താണല്ലേ. കേരളത്തിലെ സ്പോർട്സ് മ്യൂസിയം തിരുവനന്തപുരം നഗരത്തിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നീണ്ടകരയാണ് അല്ലെ. കൊല്ലം ജില്ലയിലെ നീണ്ടകര പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏത്? കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട് കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ്. 1866 വർഷം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വയനാടാണല്ലേ. വിസ്തൃതിയിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ണൂരാണല്ലേ. കണ്ണൂർ സ്പോർട്സ് സ്കൂൾ കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ആണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലപാതം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലപാതം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം?
മീൻമുട്ടിയാണല്ലേ. മീൻമുട്ടി കേരളത്തിലെ ഉയരമേറിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലപാതം മീൻമുട്ടി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ജില്ലാ സ്ഥാനമായ നഗരമേത്? കേരളത്തിലെ ആദ്യ ജില്ലാ സ്ഥാനമായ നഗരമേത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? തിരുവനന്തപുരമാണ് അല്ലെ. തിരുവനന്തപുരം തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യ ജില്ലാ സ്ഥാനമായ നഗരം ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? ആർക്കെങ്കിലും അറിയാവോ കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്ന്? 4 ഓപ്ഷൻ ഉണ്ട്. കണ്ടുപിടിച്ചോ? ആരാണ്? അന്നമ്മ ചാണ്ടിയാണ് അല്ലെ. അന്നമ്മ ചാണ്ടി കേരളത്തിലെ ആ പ്രമുഖ വനിതാ നേതാക്കളിൽ ഒരാളാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വയനാടാണ് അല്ലെ. പാശ്ചാത്യഘട്ടത്തിന് സമീപമുള്ളതിനാൽ വയനാട് ജില്ലകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് വയനാട്. പാശ്ചാത്യഘട്ടത്തിന് സമീപമുള്ളതിനാൽ വയനാട് ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വയനാടാണ് അല്ലെ. വിസ്തൃതിയിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ് അല്ലെ. വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും വലുതുമായ കായലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940 ആരംഭിച്ചു. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ്. നിൽഗിരി തഹറിനായി പ്രശസ്തമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഫിഷിംഗ് ഹാർബർ ഏത്? കേരളത്തിലെ ആദ്യ ഫിഷിംഗ് ഹാർബർ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കേരളത്തിലെ ആദ്യ ഫിഷിംഗ് ഹാർബർ ഏതാണ്? നീണ്ടകര. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന തുറമുഖം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.